ഇനി മൂപ്പര് പറയുന്ന കണക്ക് മദീനത്ത് ഇസ്തിഗാസ ഇല്ല പോലും, ജാറബ് ഇല്ല പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മദീനത്ത് പോയ ഏതൊരാൾക്കും കണ്ടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ 4 ഭാഗത്തുമുള്ള ചുവര് കെട്ടി ഉയർത്തി അതിന്റെ മേലെ വലിയ പച്ചക്കുബ്ബ ഉണ്ടാക്കി. ഞാൻ ആ കുബ്ബ കാണിച്ചില്ല, ഇനിയും വേണേ കാണിച്ചു തന്നേക്കാം. പിന്നെ മൂപ്പര് അവിടെ ഈ ഖബറ് മൂടല്, ജാറം മൂടലില്ല, മൂടിയ പച്ചപ്പട്ട് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ നമ്മൾ അറേബ്യയിലെ പത്രത്തിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്തു ധരിച്ചതല്ലേ. പിന്നെ മൂപ്പര് എന്താ പറഞ്ഞത്? അവിടെ ഇസ്തിഗാസ ഇല്ല. മദീനത്തെ പള്ളിയുടെ ചുവരിന്റെ മുകളിൽ ഇസ്തിഗാസ എഴുതി വെച്ചത് പച്ചയായിട്ട് കാണുന്നതല്ലേ. ഇയാൾ പച്ച കള്ളം പറഞ്ഞിട്ടോളി എന്ന് വെച്ചിട്ട് കണ്ടോ. ഞാൻ പറഞ്ഞത് എന്താ? മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിക്കോ, അവിടെ ചെയ്തോ. അവിടെ നടക്കുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായിട്ടുള്ള പല സംഗതികളിൽ പെട്ടതാണ്. അവിടെ ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടില്ല, അള്ളാഹുവോട് മാത്രമാണ് ഇസ്തിഗാസ. അവിടെ ഖബർ കെട്ടിപ്പടുക്കലില്ല, ജാറം മൂടലില്ല. അവിടേക്കൊന്നും നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മദീനത്തെ പള്ളിയിലെ ജാറം ഞങ്ങൾ പൊളിക്കൂന്ന് വരെ മറ്റേ മൗലവി പറഞ്ഞില്ലേ, ഇല്ലാണ്ടെങ്കിൽ ഞാൻ പൊളിക്കുക, ഇല്ലാത്ത ജാറം പൊളിക്കേ. അത് ശരി, ഇവര് മാനസിക രോഗികളാ. ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കൈകൊണ്ട് കളിക്കുക. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റ് ധൈര്യമില്ല, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ പൊളിക്കൂന്ന് ഇപ്പൊ പറഞ്ഞ അങ്ങനെ സാധനമില്ല. ഇതെന്തോരു മൗലവിയാണ്. ഇസ്തിഗാസ يا خير من دفنت بالقاع يعلوم فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكن فيه العفاف وفيه الجود والكرم. മദീനത്തെ ചുമരിന്റെ മേലെ, പള്ളിയുടെ ചുമരിന്റെ മേലെ, ജാറത്തിന്റെ ചുമരിന്റെ മേലെ ഇല്ലേ? അതുപോലെ മറ്റു ചില പദ്യങ്ങൾ ഈ മൗലവി തന്നെ സമ്മതിച്ചതല്ലേ. 200 കൊല്ലം മുമ്പ് എഴുതിയതാണെന്ന്. മദീനത്ത് ഇസ്തിഗാസ ഇല്ലേ? ഇപ്പൊ മൗലവി പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവിടെ ഇസ്തിഗാസ ഇല്ലെന്നാണ് പോൽ. മൗലവി എന്ന പറഞ്ഞ കള്ളമാണ് കേട്ടോ. അവിടെ ജാറം കെട്ടിയിട്ടില്ലെന്നും അതുപോലെ കുബ്ബയില്ലെന്നും പറഞ്ഞാൽ അത് കളവാണ് മൗലവി. പിന്നെ മൂപ്പർ എന്താ പറഞ്ഞത്? പിന്നെ മൂപ്പര് പറയുന്നത് അവിടെ 5 നേരം സ്ത്രീകൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്. ഇവിടുന്ന് നിസ്കരിക്കാനാണോ മദീനത്ത് പോകുന്നത്? നിസ്കരിക്കാനാണോ മക്കത്തേക്ക് പോകുന്നത്? തവാഫിന് വരുന്നതല്ലേ മൗലവി? ഹജ്ജിന് പോകുന്നതല്ലേ? സിയാറത്തിന് പോകുന്നതല്ലേ? പിന്നെ മൂപ്പര് പറഞ്ഞു അവിടെ ബദരീങ്ങളെ ആണ്ടില്ലെന്നാണ്. ആര് പറഞ്ഞു? അവിടെ ബദരീങ്ങളെ ആണ്ട് ഉണ്ടെന്ന് മാത്രമല്ല, ബദർ മൗലിദ് വളരെ കൃത്യമായി തന്നെ അവിടെ എത്രയോ മഹാന്മാരുടെ വീടുകളിൽ സാധാ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ചെല്ലുന്നില്ലേ? നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കയിലോ മദീനയിലോ ചെന്ന് SOSന്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ അവര് കൊണ്ടുപോയി കാണിച്ചു തരുമല്ലോ. പിന്നെ മൂപ്പര് പറയുന്നത് എന്താണ്? റബീഉൽ അവ്വൽ അവിടെ ആഘോഷമില്ലെന്നാണ്. ഓ മൗലവി, മക്കാ ശരീഫിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചു വഫാത്തായി പോയ സയ്യിദ് മുഹമ്മദ് അലവിൽ മാലികി റബീഉൽ അവ്വൽ മൗലിദിനെ തെളിവ് പറഞ്ഞുകൊണ്ട് കിതാബ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, അവിടെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മൗലിദ് നടക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലും ജിദ്ദയിലും മറ്റും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. കള്ളം പറയുകയല്ലേ മൗലവി? എന്നിട്ട് മൗലവി പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കാരന്തൂരിലേക്കാണ് തിരിയേണ്ടത്. ഞങ്ങൾക്ക് മക്കയിൽ തന്നെ സംഭവങ്ങൾ മുഴുവനും ഉണ്ട് കേട്ടോ, മദീനയിൽ ഉണ്ട് കേട്ടോ. ഞങ്ങളെ സ്ത്രീകളോ അല്ലെങ്കിൽ മുഅ്മിനാത്തുകളായ സ്ത്രീകളോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി അവിടെ പോകുന്നില്ല. കാരണം മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നിസ്കരിക്കാൻ വേണ്ടിയ പള്ളിയിലേക്ക് ഇങ്ങ് വന്നിട്ടില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഇമാമുന ശാഫിഈ. മക്കയിലും മദീനയിലും താമസിച്ച് പഠിച്ച മഹാനാണ് കേട്ടോ. എന്ന് മാത്രമല്ല, ആ ആയിഷ ബീവി അടക്കമുള്ള മഹദികളോട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നത് പുണ്യമാണെന്ന് പറയുന്ന നിങ്ങൾ മതം അട്ടിമറിച്ചവരാണ് കേട്ടോ. ഇനി ഒന്നുകൂടി പറയട്ടെ, അവിടെ
2 ബാങ്കുണ്ട്. ഏത് ഭാഷക്കാർക്കും അറബിയിലുള്ള ഖുത്ബയാണ്. അവിടെ തറാവീഹ് 20 സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെ വിദഅത്താണെന്ന് പറയുന്ന നിങ്ങളോട് നമ്മളെ ചോദ്യമാണ്, നിങ്ങൾ അങ്ങോട്ട് തിരിയുന്നതെങ്കിൽ വിദഅത്തിന്റെ കേന്ദ്രത്തിലേക്ക് തിരിയാമോ? മൗലവി